തോർന്നിട്ടില്ല. മഴ തോരാൻ ഇനിയും സമയമെടുക്കും. എന്ത് കൊടുങ്കാറ്റോ? ന്യൂസിലൊന്നും കണ്ടില്ലല്ലോ. എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. അത് കാലാവസ്ഥയാണെങ്കിലും അല്ല ലൈഫാണെങ്കിലും. നിങ്ങളെ വീടെവിടെ? അത് നിങ്ങളെ മുന്നേ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചേ. ഞാനോ? സ്കൂൾ ടൈമിൽ നിന്റെ അടുത്തിരുന്ന കുട്ടി നിന്റെ ബുക്ക് എടുത്തപ്പോൾ നിനക്കടി കിട്ടി, ഓർമ്മയുണ്ടോ? അത് നീയാ? പണ്ട് നിന്റെ വീടിന് മുൻപിൽ ഒരു പയ്യൻ ബലൂൺ വിറ്റിരുന്നു. അത് നീ തന്നെ? അവരെല്ലാം ഞാനാണെന്ന് വിചാരിക്കണ്ട. കോഫി കുടിക്കാം. കോഫി ഈ ടൈമിൽ? കോഫി നീ ഉണ്ടാക്കുമോ അതോ ഞാൻ ഉണ്ടാക്കണോ? കോഫി കുടിച്ചതിന് ശേഷം ക്ലാരിറ്റി തരുമോ? കണ്ടീഷൻ കോഫിയാണോ? ഇറ്റ്സ് ഓക്കെ. കോഫി ഞാൻ ഉണ്ടാക്കാം. നീ അവിടെ ഇരിക്കുക. എപ്പോഴും ഫിൽട്ടർ കോഫി തന്നെയാണോ? ഇൻസ്റ്റന്റിലേക്ക് മാറുന്നില്ലേ? മെയിൻ്റനൻസ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. ഇത് നിന്റെ ഐഡിയ ആണോ അതോ വൈഫ് വേദയുടെയോ? എന്നെ പറ്റി നിനക്കെങ്ങനെ അറിയാം? കോഫി കുടിക്ക്. നീയും വേദയും ആദ്യമായി ഓർഫനേജിൽ വെച്ചാ കണ്ടുമുട്ടിയത്. എന്താ നിനക്ക് ഓർമ്മയുണ്ടോ? അതല്ലേ എല്ലാം പറയുന്നേ. അല്ല, നീ എന്താ ചെയ്യുന്നേ? ഞാനോ? വാച്ച് ബിസിനസ്. യു മീൻ വാച്ചസ്? വാച്ചിങ്. ഈ മഴയൊന്ന് തീർന്നിരുന്നെങ്കിൽ ഇവൻ പോയേനെ. ആദ്യം മഴ തോരട്ടെ. പറയ്, ശിവരാമനെ എന്തിനാ കൊല്ലാൻ ശ്രമിച്ചത്? ഞാനാ ശിവറാം? ഞാൻ എന്തിനാ എന്നെ കൊല്ലുന്നേ? ആത്മഹത്യയും കൊലപാതകമാണ്. അത് ഈ കാര്യം നീ എങ്ങനെ അറിഞ്ഞത്? അതെന്റെ ജോലിയാ. പറയ്, വൈ? അതെന്റെ പേഴ്സണൽ വിഷയോ? ഇത് തന്നെ പോലീസ് ചോദിച്ചാലോ? സൂയിസൈഡ് ഒഫൻസ് അല്ലേ? നിങ്ങളൊന്ന് പോവുക, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഹാങ്ങിങ് ബാഡ് ഐഡിയ. പുതിയതായി എന്തെങ്കിലും നമുക്ക് ട്രൈ ചെയ്താലോ? രണ്ട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്ന് ഞാൻ, രണ്ട് സൊസൈറ്റി. സ്വാർത്ഥത നിറഞ്ഞ സമൂഹത്തിലെ നിന്റെ ജീവിതം മാറ്റാനാവില്ല, പൊരുത്തപ്പെട്ട് ജീവിക്കാനും. അതുകൊണ്ട് ഈ തീരുമാനം. ഒന്ന് നിൽക്കൂ. അത് ഞാൻ എഴുതിയ സൂയിസൈഡ് നോട്ടാ. അറിയാം, അതുകൊണ്ടാണ് ഞാൻ വായിച്ചത്. കണ്ണാടിയിൽ നീ കണ്ടത് സത്യമോ? നമുക്ക് ഇരുന്ന് സംസാരിച്ചാലോ? പ്ലീസ്. നിനക്ക് കൂടുതൽ അറിയണോ? പിന്നെന്തിനാ പോകാൻ പറഞ്ഞു? അതല്ലേ ഇപ്പം ഇരിക്കാൻ പറയുന്നേ. പ്ലീസ്.
നീ ഇപ്പോൾ എന്താ കോളേജിൽ പോകാത്തത്? പോവാൻ തോന്നിയില്ല. പഠിപ്പിച്ചു മടുത്തോ? ജീവിതം തന്നെ മടുത്തിരിക്കുക. അല്ല, ഇപ്പം അതൊക്കെ എന്തിനാ? അതിനാണോ കയർ? അത് നിനക്കാണോ അതോ ശിവരാമനോ? വീണ്ടും വീണ്ടും അത് തന്നെ ചോദിക്കല്ലേ? നീ വീണ്ടും വീണ്ടും അതാ ചെയ്യുന്നത്. നിനക്കെന്താ മനസ്സിലായില്ലേ? ലെറ്റ്സ് മേക്ക് ഇറ്റ് സിമ്പിൾ. ഒരു ഗെയിം കളിച്ച് സംസാരിക്കാം. എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല. അത് നിന്റെ ഫീലിംഗ് മാത്രമാണ്, പക്ഷെ ഫാക്റ്റ് അത് വേറെയാ. വാട്ടെവർ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആ തീരുമാനത്തിൽ സൊല്യൂഷൻ ഇല്ലെങ്കിലോ? നിന്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ടോ? ഇതാണ്. ഇതോ? എങ്ങനെ? ചില സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അതിന് പിന്നിലെ രഹസ്യങ്ങളെക്കുറിച്ച് അറിയണം. റൂൾസ് എന്തൊക്കെയാ? ജീവിക്കാൻ പ്രത്യേകിച്ച് റൂൾസ് ഇല്ല. ഒന്നെങ്കിൽ ചതിക്കണം, അല്ലെങ്കിൽ ചതിക്കപ്പെടാതെ ജീവിക്കണം. ബട്ട് നന്നായി പെരുമാറാൻ അറിയണം. ഇതും അതുപോലെ തന്നെയാണ്. എൻ്റെ സ്റ്റെപ്സിനൊപ്പം നീ കളിക്കണം. എൻ്റെ കോയിൻ്റെ അടുത്ത് നിൻ്റെ കോയിനും വെക്കണം. നീ എൻ്റെ കോയിൻ്റെ കളർ മാറ്റണം. സിമ്പിൾ. പ്രധാനപ്പെട്ട കാര്യം ആദ്യം ആര് മാറ്റിയെന്നതല്ല, അവസാനം ആരാണ് കൂടുതൽ മാറ്റിയതെന്ന. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലെയും നല്ലതും ചീത്തയും പോലെ എപ്പോൾ വേണമെങ്കിലും എങ്ങനെയും മാറാം. ഈ ഗെയിമിൽ നടക്കാൻ പോകുന്നത് അതാ. നീ ഏത് കളറാണ് എടുക്കുന്നേ? ഡാർക്കിലല്ലേ ഉള്ളത്, അപ്പോൾ വൈറ്റ് എടുത്തു. ആദ്യം ആരാ? വെളിച്ചമില്ലാത്ത അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇരുട്ട്. അപ്പോൾ ഞാൻ ആദ്യം. നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? നീ ആദ്യം. ഞാനെല്ലാം നേരത്തെ പറഞ്ഞതല്ലേ, കളി തുടങ്ങിയാലേ എല്ലാം മനസ്സിലാകുമെന്ന്. കളിക്ക്. ഇനി പറ, എന്തിനാ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചേ? ഈ സൊസൈറ്റി എനിക്ക് സെറ്റ് ആവുന്നില്ല. ഈ പ്രശ്നം നിന്റെയോ ശിവരാമൻ്റെയോ? ഇതേ ചോദ്യം എത്ര തവണയാണ് ചോദിക്കുന്നത്? നീ സത്യം അറിയുന്നതുവരെയും ഫ്രസ്ട്രേറ്റഡ് ആവണ്ട. ട്രസ്റ്റ് മീ. എല്ലാവരും വിശ്വസിച്ചാൽ എൻ്റെ ജീവിതം എങ്ങനെയായത്? നിനക്ക് ജീവിക്കാൻ അറിയില്ല. ഹ്യൂമൻ റിലേഷൻസ് ആർ ഓൾവേസ് എക്കണോമിക്കൽ റിലേഷൻസ്. അതുകൊണ്ട് തന്നെയാ വേദ എന്നെ ഒഴിവാക്കി പോയത്. അങ്ങനെ അവൾ പോയത് തെറ്റാണോ? തീർച്ചയായിട്ടും. എങ്ങനെ? അതൊക്കെ എനിക്കറിയാം. നിനക്കറിയില്ല. നിനക്കറിയില്ല, അതാ സത്യം. ഞാൻ പ്രൊഫസറാന്നുള്ള കാര്യം മറക്കണ്ട. എങ്കിൽ ശരി, വേദ എന്തിനാ പോയത്? നിന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ അതോ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടോ? രണ്ടുമല്ല. മൂന്നാമതെന്താ? എൻ്റെ കൂടെ അവൾ ഹാപ്പി അല്ലെന്ന് പറഞ്ഞു, സെക്യൂർഡ് അല്ലെന്ന് പറഞ്ഞു, ഫ്യൂച്ചർ റൂട്ടും ഗ്യാരണ്ടി അല്ലെന്ന് പറഞ്ഞു. അതാ സത്യം എന്ന് കരുതിയോ? ഇതൊക്കെ സത്യം എന്നാണ് അവൾ വിചാരിക്കുന്നത്. പിന്നെ ഏതാ സത്യം? ഞാൻ ചതിക്കപ്പെടുക എന്നുള്ളതാ സത്യം. എന്നോടുള്ള സ്നേഹം പോയി എന്നുള്ളതാ സത്യം. സ്നേഹമില്ലാതെയാണോ നിന്റെ കുഞ്ഞിന് ജന്മം കൊടുത്തത്? അതിന് സ്നേഹം ആവശ്യമില്ല, രണ്ടുപേരും കൂടി ചേർന്നാൽ പോരെ. അത് നിന്റെ ഫീലിംഗ്. പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. മനസ്സിലാകുന്നത് പോലെ പറയും. നിന്നോട് എന്തിനാ പറയുന്നേ? ശിവരാമൻ ആവശ്യമുണ്ടെങ്കിൽ പറ. Crazy. ഐ വാസ് ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ. എന്നാൽ ഞാൻ വളർന്നു വന്ന രീതി അതുപോലെയല്ല.
നീ എന്താ പറയുന്നേ? ഒന്നോ രണ്ടോ, കഴിക്കാനില്ലാത്തവൻ, കയ്യിൽ പണമില്ലാത്തവൻ, ഇങ്ങനെ ഓരോരുത്തരും മറ്റൊന്നിനെ ആശ്രയിച്ചായിരിക്കുന്നേ. അവസാനം ഏതെയോ അങ്ങനെയായി.